നമ്മളുടെ ഒരു നൊസ്റ്റാൾജിക് വിഭവമാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം സാധാരണയായിട്ട് അരി അരച്ച് പൊടിച്ച് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കുക. എന്നാൽ അരി അരയ്ക്കാതെ പൊടിക്കാതെ അരി ഒട്ടും ചേർക്കാതെ അരിപ്പൊടിയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം എന്നുള്ളതാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ഉണ്ണിയപ്പം 10 മിനിറ്റ് കൊണ്ട്. അപ്പോൾ അതിങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിനായിട്ട് ഒരു മിക്സ്ഡ് ബ്ലെൻഡറിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവ് കൊണ്ടാണ് ഇന്നത്തെ ഉണ്ണിയപ്പം കേട്ടോ. ഗോതമ്പ് മാവ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കപ്പോളം റവയും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 മുതൽ 1/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള മധുരത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലേക്കൊരു 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു പഴം, ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ. അപ്പോൾ പാളയംകുടം പഴം വേണമെന്നൊന്നുമില്ല, ഏത് പഴമാണുള്ളത് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കിറ്റി ആണെങ്കിൽ അതാണെങ്കിലും വിരോധമില്ല. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, ഒട്ടും കട്ടയില്ലാതെ. കണ്ടോ, ഇതാ ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്ത് വന്നിരിക്കുന്നത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം കേട്ടോ, കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മിക്സിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ ഇതാ മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യണം. 1 ടീസ്പൂണോളം നല്ല ജീരകവും 1 ടീസ്പൂണോളം എള്ള് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ, ഒരു 4 ഏലക്കായ ഞാൻ പൊടിച്ചതാണ് കേട്ടോ, ചതച്ചതാണ്. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ മൂപ്പിച്ചിട്ട് അങ്ങനെയും ഇടാം. അതുപോലെ തന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇപ്പം ഞാൻ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്യിട്ട് അരയ്ക്കാം. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 5-10 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഒരു നുള്ള സോഡാക്കാരം ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് അതിനെ അപ്പം തന്നെ നന്നായി ഇളക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുമ്പ് മതി. ഇതാണ് കൺസിസ്റ്റൻസി നമ്മുടെ മാവിൻ്റെ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പക്കാരത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാറ്. അപ്പോൾ ഇവിടെ നെയ്യിൻ്റെ മണം ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത്. അപ്പം നെയ്യിൻ്റെ ഒരുപാട് കുത്തൽ മണം ഉണ്ടാവില്ല. അല്ല നെയ്യിൽ മാത്രം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് നെയ്യിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല ഈ അപ്പം കേട്ടോ. ഇതാ നന്നായി എണ്ണയൊന്ന് ചൂടായപ്പോൾ ഇനി അപ്പം അതാ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ചൂടാ അപ്പം. ഈ അപ്പം 2 ദിവസമൊക്കെ ഇരിക്കട്ടോ, കേടൊന്നും കൂടാതെ. അധികം ഇതിൽ പഴത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ ഒരു പുളിയൊന്നും ഇല്ല ഈ മാവിന്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മറിച്ചിടാറായി. ഞാനൊരു പകുതി ആകുമ്പോഴേക്കും തന്നെ മറിച്ചിടും. അപ്പോഴേ നല്ല ഉരുണ്ടിട്ടിട്ടുള്ള അപ്പം കിട്ടുള്ളൂ കേട്ടോ. ഇല്ല എങ്കിൽ നമ്മുടെ ഒരു അപ്പത്തിൻ്റെ ആ ഷേപ്പ് കറക്റ്റായി കിട്ടുന്നത് കാണില്ല. അപ്പം ഞാൻ അതിനൊന്ന് മറിച്ചിട്ടുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ, എണ്ണയൊന്നും അധികം കൊടിക്കില്ല ഈ അപ്പം. 2 മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ. ഇനി ഇതാ ഞാൻ ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഒരുപോലെ ആവാൻ വേണ്ടി അതിനൊന്ന് മറിച്ചിടുന്നുണ്ട്. മറിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ സൈഡും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒരു ക്രിസ്പി ആവാൻ ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല 2 സൈഡും അടിപൊളിയായിട്ടുള്ള അപ്പം എടുക്കുന്നുണ്ട്. കണ്ടോ, അതിലുള്ള ഓയിൽ അവിടെ തന്നെ നമുക്ക് കാണും. ഇതിന് ഒരു 3 പ്രാവശ്യമൊക്കെ ഇതേ ഓയിലിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമ്മുടെ ബാക്കിയുള്ള മാവും കൂടി കൊണ്ട് ബാക്കി അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇനി അപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഇതാ അപ്പം കണ്ട് ഒരു കൈ കൊണ്ട് തന്നെ തുറക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ടേസ്റ്റി അപ്പം 10 മിനിറ്റ് കൊണ്ട് സൂപ്പർ അപ്പം ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.